മോഹൻലാൽ, ശ്രീനിവാസൻ ഇവരുടെ കൂട്ടുകെട്ടിൽ വിരിഞ്ഞ ചിത്രങ്ങളൊന്നും നമ്മൾ കാണാതിരുന്നിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു സിനിമയാണ് വരവേൽപ്പ്. നോക്കാം. സ്വന്തം നാടിന്റെ സുഗന്ധം, സ്വന്തം വീടിനകത്തെ സുരക്ഷിതത്വം. ഞാനൊടുവിൽ എൻ്റെ ജന്മനാട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ജന്മനാട്ടിൽ തിരിച്ചെത്തിയ മുരളി മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ചേക്കേറിയിട്ട് ഏപ്രിലിൽ 35 വർഷം പൂർത്തിയായി. അതെ, സത്യനന്ദിക്കാട് ശ്രീനിവാസൻ മോഹൻലാൽ കൂട്ടുകെട്ടിന്റെ വരവേൽപ്പ് മലയാള സിനിമയിൽ നർമ്മത്തിലൂന്നി കഥ പറഞ്ഞ പ്രേക്ഷകരെ ചിരിപ്പിച്ച് രസിപ്പിച്ച സിനിമയാണ്. വാണിജ്യ വിജയത്തിന്റെ പുതിയ പാത വെട്ടിത്തുറന്നവരാണ് സത്യനന്ദിക്കാടും പ്രിയദർശനും ശ്രീനിവാസനും. ഒപ്പം അവരുടെ സിനിമകളിലെ സ്ഥിരം നായകനായിരുന്നു മോഹൻലാലും. അന്നേവരെ പ്രേക്ഷകർ കണ്ട സിനിമാ ശീലങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ മനോഹരമായ സിനിമകൾ സമ്മാനിക്കാൻ, പ്രേക്ഷകരെ ആസ്വദിപ്പിക്കാൻ മേൽപ്പറഞ്ഞവർക്ക് സാധിച്ചു. അവയൊക്കെ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. സത്യനന്ദിക്കാട്, ശ്രീനിവാസൻ, മോഹൻലാൽ സിനിമകൾ മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ടവയാണ്. ഒപ്പം ഗൃഹാതുരത്വം ഉണർത്തുന്നതും. 1986-89 കാലഘട്ടത്തിലെ 3 വർഷങ്ങളിൽ വെറും 6 സിനിമകൾ കൊണ്ട് മലയാള സിനിമാ പ്രേക്ഷകരെ ഇത്രമാത്രം സ്വാധീനിച്ച വേറൊരു സംവിധായകൻ, തിരക്കഥാകൃത്ത്, നടൻ കൂട്ടുകെട്ട് ഉണ്ടാകുമോ എന്ന് സംശയമാണ്. ഈ കൂട്ടുകെട്ടിൽ പിറന്ന 6ാമത്തെ സിനിമയാണ് വരവേൽപ്പ്. സാമൂഹിക പ്രസക്തിയുള്ള, സന്ദേശമുള്ളൊരു നല്ല കഥ. ആ കഥയ്ക്ക് സത്യനന്ദിക്കാട് നൽകിയ സരസമായ ആഖ്യാനത്തിലൂടെ പ്രേക്ഷക പ്രീതി നേടിയ സിനിമയാണിത്. മലയാള സിനിമയിലെ ഏറ്റവും നാച്ചുറലായ കഥാപരിസരങ്ങളും കഥാപാത്രങ്ങളും അഭിനയ മുഹൂർത്തങ്ങളുമുള്ള സിനിമ എടുത്താൽ അതിൻ്റെ മുൻനിരയിൽ ഉണ്ടാകും വരവേൽപ്പ് എന്ന സിനിമയും അതിലെ കഥാപാത്രങ്ങളും. തികച്ചും സ്വാഭാവികമായ രീതിയിൽ അവതരിപ്പിച്ച നടീനടന്മാരും ഉണ്ടാകും. വരവേൽപ്പ് എന്ന പേര് പോലെ തന്നെയായിരുന്നു 7 വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം സ്വന്തം നാട്ടിൽ തിരിച്ചെത്തിയ മുരളിക്ക് ബന്ധുക്കളിൽ നിന്നും കിട്ടിയ സ്നേഹോഷ്മളമായ വരവേൽപ്പ്. 2 ചേട്ടന്മാർ അടങ്ങുന്ന കുടുംബത്തെ സംരക്ഷിക്കാനായി ഗൾഫിൽ ജോലി ചെയ്യുന്നു. കഷ്ടപ്പെട്ട് സമ്പാദിച്ചതെല്ലാം സ്വന്തം കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നു. ബന്ധുക്കളുടെ കപട സ്നേഹം തിരിച്ചറിയാൻ വൈകുന്ന, കയ്യിലുള്ള സമ്പാദ്യം കൊണ്ട് നാട്ടിൽ ജോലി ബിസിനസ് ചെയ്ത് ജീവിക്കാൻ ശ്രമിക്കുന്ന, കയ്യിൽ കാശില്ലാത്തവനെ ആർക്കും വേണ്ടെന്ന് തിരിച്ചറിയുന്ന, തൻ്റെ തണലിൽ ജീവിച്ചവരിൽ നിന്നുപോലും തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കരുതെന്ന് മനസ്സിലാക്കുന്ന, ഒരുപാട് ജീവിതാനുഭവങ്ങളുമായി വീണ്ടും പച്ച പിടിക്കാൻ ഗൾഫിലേക്ക് മടങ്ങിപ്പോകുന്ന മുരളി എന്ന ചെറുപ്പക്കാരൻ്റെ കഥ വളരെ ലളിതവും മനോഹരവുമായിട്ടാണ് ശ്രീനിവാസനും സത്യനന്ദിക്കാടും മോഹൻലാലും കൂടി അവതരിപ്പിച്ചിരിക്കുന്നത്. മോഹൻലാലിൻ്റെ അഭിനയ മികവ് തന്നെയാണ് വരവേൽപ്പിൻ്റെ മുഖ്യ ആകർഷണങ്ങളിലൊന്ന്. മുരളി എന്ന കഥാപാത്രത്തിൻ്റെ സ്നേഹവും പ്രതീക്ഷയും തകർച്ചയും ഒറ്റപ്പെടലും നൊമ്പരവും നിസ്സഹായതയും ഒക്കെ ലാൽ എത്ര സ്വാഭാവികമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മോഹൻലാലിൻ്റെ ഏറ്റവും മികച്ച 10 സിനിമകളും കഥാപാത്രങ്ങളും തിരഞ്ഞെടുത്താൽ അതിൽ ഉറപ്പായും വരവേൽപ്പും അതിലെ മുരളിയും ഉണ്ടാകും. വരവേൽപ്പിലെ പല രംഗങ്ങളും സംഭാഷണങ്ങളും രസകരവും ഒപ്പം മനസ്സിനെ സ്പർശിക്കുന്നവയുമാണ്. ചെറിയേട്ടനായ ജനാർദ്ദൻ അബ്കാരി ബിസിനസ് ആരംഭിക്കാൻ മുരളിയെ നിർബന്ധിക്കുന്നതിനു മുൻപ് ഒരു ഡയലോഗുണ്ട്, നിനക്കൊരു കല്യാണമൊക്കെ കഴിക്കണ്ടേ എന്ന്. അപ്പോൾ ചെറിയൊരു നാണം വന്ന മുരളിയുടെ നിഷ്കളങ്കമായ ആ ചിരിയുണ്ട്. പ്രേക്ഷകന്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന മോഹൻലാലിന്റെ ചിരി.